അവളെ സംബന്ധിച്ച് ശരീരം കൊല്ലപ്പെടുന്നതിന് വളരെ മുമ്പേ അയാളുടെ ആത്മാവ് ആത്മഹത്യ ചെയ്തിരുന്നു. അതിനു മുമ്പ് അയാൾ അവളുടെ ആത്മാവിനെയും കൊലപ്പെടുത്തി. കഷ്ണങ്ങളായി ചിതറിത്തെറിച്ച ആ കഠിന വേദനയ്ക്ക് ശേഷം അറപ്പാണ് അവൾക്ക് അനുഭവപ്പെട്ട ഏക വികാരം. അവൾക്ക് അവളോടും മറ്റുള്ളവരോടും അറപ്പ് തോന്നി. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആദ്യം സ്വയം സ്നേഹിക്കാൻ സാധിക്കേണ്ടതുണ്ടായിരുന്നു. അവൾക്ക് താൻ ഒരു സെപ്റ്റിക് ടാങ്കിൽ വീണ് കിടക്കുകയാണ് എന്ന് തോന്നി. ആരുടേതെന്നറിയാത്ത വിസർജ്യങ്ങൾ അവളുടെ അടിതൊട്ട് മുടി വരെ പറ്റിപ്പിടിച്ചു. ചില ദിവസങ്ങളിൽ അവൾ ആവർത്തിച്ച് കുളിക്കുകയും വായിൽ വിരലിട്ട് തൊണ്ട പൊട്ടും വരെ ഛർദ്ദിക്കുകയും ചെയ്തു. വിദേശത്ത് കിട്ടിയ ജോലി സ്വീകരിച്ച് നാട്ടിൽ വരാതെയും പരിചയക്കാരെ കാണാതെയും അവൾ വർഷങ്ങൾ തള്ളി നീക്കി. ഒരു കൂട്ടുകാരി തേടിപ്പിടിക്കും വരെ അവൾ യാതൊന്നും അറിഞ്ഞില്ല, അന്വേഷിച്ചില്ല. ആ കൂട്ടുകാരിയാണ് അയാളുടെ മരണവാർത്ത അറിയിച്ചത്. മലയാള പത്രങ്ങളുടെ ഓൺലൈൻ ആർക്കൈവുകൾ പരതി അവൾ വിശദാംശങ്ങൾ കണ്ടെത്തി. അയാളുടേത് ദാരുണ മരണമായിരുന്നു. അടച്ചിട്ട മാളികയുടെ നിലവറയിൽ നിന്നും മൃതദേഹം 3-ാം ദിവസമാണ് കിട്ടിയത്. കഴുത്ത് പൂർണ്ണമായി മുറിയാതെ തല ഇപ്പോൾ അറ്റുവീഴുമെന്ന മട്ടിൽ തൂങ്ങിക്കിടന്നിരുന്നു. ശരീരം കഷ്ണങ്ങളാക്കാൻ ശ്രമിച്ചതിൻ്റെയും കത്തിക്കാൻ ശ്രമിച്ചതിൻ്റെയും അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ താൻ കവിത ചൊല്ലി തലചായ്ച്ച് കിടന്നിരുന്ന മാറിടത്തിൽ മാത്രം മുറിവുകൾ ഉണ്ടായിരുന്നില്ലെന്ന് വായിച്ചപ്പോൾ മനസ്സിലായി. അവൾക്ക് വീണ്ടും ഛർദ്ദിക്കാൻ വന്നു. ഛർദ്ദിച്ച് തളർന്നുറങ്ങി. കണ്ണു തുറന്നപ്പോൾ അയാൾ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നി. അയാൾ നഗ്നനായിരുന്നു. അവളുടെ ഓർമ്മയിൽ അയാൾ അങ്ങനെയാണ് നിലനിന്നത്. പൗർണമി രാത്രിയിൽ അയാൾ വാടകയ്ക്കെടുത്ത ഹൗസ് ബോട്ടിൽ വെച്ച് പരസ്പരം ചാരിയിരുന്ന് പുസ്തകം വായിക്കുകയും നിർത്താതെ സംസാരിക്കുകയും ചെയ്തതിന് ശേഷം കായലിൽ നിലാവ് വീഴുന്നതും ഹൗസ് ബോട്ട് നങ്കുരമിട്ട തീരത്ത് ഒരു മരം നിറയെ മിന്നാമിനുങ്ങുകൾ കൂടുകെട്ടുന്നതും കണ്ട് പ്രേമിച്ചതിനു ശേഷം അവൾ തലയുയർത്തി നോക്കുമ്പോൾ അയാൾ കുളിമുറിയിൽ നിന്നും ഇറങ്ങി വന്നത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അയാളുടെ പ്രേതത്തെയും നഗ്നനായാണ് അവൾ സങ്കല്പിച്ചത്. പക്ഷേ അതുകൊണ്ട് അയാളുടെ പ്രേതം നഗ്നനാണോ എന്ന് വ്യക്തമായില്ല. ആൺപ്രേതങ്ങൾക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഒന്നും ആവശ്യമില്ലായിരിക്കും. പ്രേതം അവളുടെ ചിന്തകൾ വായിച്ചിട്ടെന്ന പോലെ അസ്വസ്ഥനായി. മാളിക ഒന്നാകെ ഇളകിത്തുടങ്ങി. മടങ്ങിപ്പോ എന്ന ആക്രോശം അവിടെ നിശബ്ദമായി മുഴങ്ങി. അവൾ പരിഹാസത്തോടെ ചിരിച്ചു. കാമുകൻ കൊല്ലപ്പെട്ട മാളികയിൽ ശിഷ്ടജീവിതം താൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതും പടുവൃദ്ധിയായി മരിക്കുന്നതും അവൾ സങ്കല്പിച്ചു. അതൊരു രോമാഞ്ചജനകമായ മരണമായിരിക്കും. എല്ലാ രാത്രികളിലും അവൾ അയാളെ ഓർമ്മകൾ കൊണ്ട് വിളിച്ചുണർത്തും. പാതിമുറിഞ്ഞ കഴുത്തുമായി അയാൾ കണ്ണിലും മൂക്കിലും വായിലും നിന്ന് തീ ചീറ്റി ചീറ്റി അശാന്തിയോടെ അലയും. അർത്ഥശൂന്യമാണെങ്കിൽ കൂടി, അവളെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണെങ്കിൽ കൂടി, എത്ര ഭാവദീപ്തമായ പ്രണയകഥ! കാറ്റ് കൂടുതൽ ആക്രമാസക്തമായി. മാളികയോട് ചേർന്ന മരങ്ങൾ മയിലുകളെപ്പോലെ ആടുകയും വിചിത്ര ശബ്ദങ്ങളിൽ നിലവിളിക്കുകയും ചെയ്തു. കറുത്ത പൂച്ചകൾ ആൺ ശബ്ദത്തിൽ തൊണ്ട പൊട്ടി കരഞ്ഞുകൊണ്ടേ കടന്നു വന്നു. അവയുടെ മഞ്ഞക്കണ്ണുകൾ ആസുരമായി തിളങ്ങി. അവ അവളെ നോക്കി ചുവന്ന നാവുകൾ നൊട്ടിനുണച്ചു. പ്രേതം അടുത്ത ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നത് അവൾ തിരിച്ചറിഞ്ഞു. പ്രേതങ്ങൾക്ക് ഭൂതകാലം മാത്രമേയുള്ളൂ. പ്രേതങ്ങളല്ലാത്തവർക്ക് വർത്തമാനകാലത്തിൻ്റെ സാധ്യതകളുണ്ട്, ഭാവിയുടെ പ്രതീക്ഷകളുണ്ട്. ഭൂതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയുണ്ട്. തൻ്റെ ജീവിതത്തിലേക്ക് ആര് കടന്നു വരുമ്പോഴും അയാൾ നഗ്നനായി കൺവെട്ടത്ത് തന്നെ ചുറ്റി നടക്കുന്നതോർത്ത് അവൾക്ക് പക തോന്നി. സ്നേഹിക്കാൻ കഴിയാതെ, സ്നേഹിക്കപ്പെടാൻ കഴിയാതെ, സ്പർശിക്കാൻ കഴിയാതെ, ആഹ്ലാദിക്കാനും അഭിമാനിക്കാനും കഴിയാതെ അവളുടെ ആകൃതിയിലുള്ള ഒരു സ്ഫടിക ശവപ്പെട്ടിയിൽ കുപ്പിയിൽ കുടങ്ങിയ ശലഭത്തെ പോലെ അവൾ എത്രയോ പ്രാണവെപ്രളം അനുഭവിച്ചു. അവളുടെ മനസ്സ് വായിച്ചതുപോലെ പ്രേതം കൂടുതൽ ഊർജ്ജസ്വലനായി. അറ്റുവീഴാറായ തലകുലുക്കി അയാൾ കൂടുതൽ തീ തുപ്പി. കസേരവിരികൾ കത്തിത്തുടങ്ങി. മുറിക്കുള്ളിൽ പ്രകാശം നിറഞ്ഞു. തീന്മേശയിലെ വിരിയിലേക്കും പരവതാനിയിലേക്കും അവളുടെ നിശാവസ്ത്രത്തിലേക്കും തീ പടർന്നു. അവൾ നിലവറയിലേക്ക് നീങ്ങി.